ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ ചേരിമാറ്റം ഉണ്ടാകും. പല ക്വാർട്ടറുകളിൽ നിന്നും പല വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ചില ചരടുവലികളും ചില സമ്മർദ്ദങ്ങളും ചില ഈവൻ അധികാരത്തിൽ വന്നാൽ വാങ്ങിയെടുക്കേണ്ട വകുപ്പുകളെക്കുറിച്ച് പോലും ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നുണ്ട്. ശ്രീ ജോൺ, ഈ ഒരുപക്ഷെ ഇന്നുണ്ടായ ഒരു ഡെവലപ്മെൻ്റ് അല്ല ഇത്, കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ പുകയുന്ന ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണിത്. ശ്രീ ജോൺ മുണ്ടകയം. അതെ, യാതൊരു സംശയവുമില്ല. ജോസ് കെ മാണിയും കൂട്ടരും UDF-ൽ തന്നെ എത്തും. അത് കഴിഞ്ഞ കുറേ വർഷത്തെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നിരീക്ഷിച്ചിട്ടുള്ള ഒരാൾക്ക് പറയാൻ വളരെ എളുപ്പത്തിൽ കഴിയും. കാരണം കേരള കോൺഗ്രസിന് ഇപ്പോൾ എങ്ങനെയാണ് ഒരു മുന്നണിയിലേക്ക് മറ്റ് ഏതൊരു മുന്നണിയിൽ നിന്ന് ആളുകൾ വരുന്നത്? ഈ മുന്നണിയുടെ വിജയസാധ്യത വർദ്ധിക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടായില്ലായിരുന്നെങ്കിൽ ജോസ് കെ മാണി വരത്തില്ല. പക്ഷേ ഇപ്പം ജോസ് കെ മാണിയെ സംബന്ധിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലുണ്ടായ സെറ്റ്ബാക്ക്, ഈ 3 ജില്ലകളിലും UDF അവരുടെ സീറ്റുകൾ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൽ തിരിച്ചു പിടിച്ചു. പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വലിയ സെറ്റ്ബാക്ക് ഉണ്ടായി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആ തോൽവി ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ UDF-ലേക്ക് വരികയല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ട് ആ വരവ് ഒഴിവാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് അറിയാം, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചരിത്രത്തിൽ 2 തവണ മാത്രമേ LDF-ൽ പോയിട്ടുള്ളൂ. ഒന്ന് 1980-ലാണ്. അന്ന് ആൻ്റണി കോൺഗ്രസ് LDF-ൽ പോയ കൂടെ മാണി സാറും പോയി. ആ മാണി സാറ് അതിനുശേഷം തിരിച്ച് ആ കൂടെ തന്നെ തിരിച്ചു വന്നു. അന്ന് ഞാൻ ഓർക്കുന്ന രസകരമായ ഒരു കാർട്ടൂൺ ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എന്തും ഓർപ്പിക്കപ്പെടുന്ന മനോഹരമായ ഒരു കാർട്ടൂൺ അന്ന് യേശുദാസ് വരച്ചത്. അത് ഡാവിഞ്ചിയുടെ ഒരു പ്രശസ്തമായ നമുക്കെല്ലാം അറിയാവുന്ന പ്രശസ്തമായ ഒരു ചിത്രമുണ്ട്, മോണോലിസ. ആ മോണോലിസയുടെ ചിത്രത്തിൽ മോണോലിസ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന ഇന്നും ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. KM മാണിയുടെ ഒരു പടം മോണോലിസയുടെ രൂപത്തിൽ വരച്ചു വെച്ചിട്ട് ആ കാർട്ടൂണിൽ അടിക്കുറിപ്പ് മാണി ലിസ ചിരിക്കുകയാണോ അതോ കരയുകയാണോ എന്ന് വെച്ചാൽ KM മാണി മുന്നണി വിട്ട് UDF-ലേക്ക് വരികയാണോ അല്ലയോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ ഒരു പടം മോണോലിസയുടെ ചിത്രം പോലെ വരച്ചു വെച്ചിട്ട് ജോസ് കെ മാണി എന്ന മാണി ലിസ വീണ്ടും ജൂനിയർ മാണി ലിസ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് ഒരു കാർട്ടൂൺ വരയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അനിവാര്യമാണ്. അന്ന് മാണി സാറ് വന്നതുപോലെ തന്നെ ജോസ് കെ മാണിയും വരും. ആ കാര്യത്തിൽ റോഷി അഗസ്റ്റിന് എന്ത് പ്രതിഷേധമുണ്ടെന്ന് പറഞ്ഞാലും അന്ന് ലോനപ്പൻ നമ്പാടിനെ പോലെ ഒരാളായി മാറി നിൽക്കാൻ റോഷി അഗസ്റ്റിന് കഴിയുമെങ്കിൽ റോഷി അഗസ്റ്റിൻ നിൽക്കും. അതല്ലെങ്കിൽ റോഷി അഗസ്റ്റിന് ശ്രീ ജോൺ മുണ്ടകയം ഒരു കാര്യം കൂടി, അതായത് ഇത്രയും സഭകളും ക്രിസ്തീയ സഭകളും അതുപോലെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി രൂപതകളും അതുപോലെ പാലാ രൂപതയും ഒക്കെ തന്നെ ഇത്രയും സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് റോഷി അഗസ്റ്റിന് എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിൽ മാറി നിൽക്കാൻ കഴിയുക? നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയില്ലേ പുള്ളി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ? അല്ല, റോഷി അഗസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സമ്മർദ്ദം എനിക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ജയിക്കാനുള്ള കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ട് രാഷ്ട്രീയം പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഈ സമ്മർദ്ദങ്ങളൊന്നും അതിജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹവും ഈ വഴിക്ക് തന്നെ വരേണ്ടി വരും. അദ്ദേഹവും വൈകാതെ അദ്ദേഹം ഉൾപ്പെടെ ഈ മുന്നണിയുടെ ഭാഗമായി ഈ പാർട്ടി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതൊരു കാലത്തിൻ്റെ അനിവാര്യതയാണ്. ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. നാളെ ഇതിൻ്റെ പേരിൽ ജോസ് കെ മാണിയെയും പരനാറിയെന്ന് വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാറ്റം അനിവാര്യമാണ്. ഓക്കെ, താങ്ക് യു ശ്രീ ജോൺ മുണ്ടകയം. ഞാൻ വീണ്ടും ശ്രീ അനിൽകുമാറിലേക്ക് വരികയാണ്.